ഹോർമുസ് യുദ്ധം അമേരിക്ക അവസാനിപ്പിക്കുകയാണ്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ ഒരു ചർച്ചാ സംബന്ധമായ കാര്യത്തിലേക്ക് നീങ്ങുന്നതാണ് ഉചിതം എന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. 100 മുതൽ 120ഓളം കപ്പലുകൾ നിത്യേന കടന്നു പോകുന്ന ഹോർമുസ് കടൽപാതയിലൂടെ നിലവിലെ സാഹചര്യത്തിൽ 2-3 കപ്പലുകൾ മാത്രം പോകുന്ന രീതിയിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. അതും ഇറാൻ്റെ നിർദ്ദേശപ്രകാരമല്ല പോകുന്നത് എങ്കിൽ ഇറാൻ വെടിവെക്കുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പല രാജ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്, തങ്ങളുടെ കപ്പലിനെ ആക്രമിച്ചു എന്നുള്ളത്. ഇവിടെ അമേരിക്കയുടെ രാഷ്ട്രീയം എപ്പോഴും കുരുട്ട് രാഷ്ട്രീയവും ചതി രാഷ്ട്രീയവുമാണ് അമേരിക്കയും ഇസ്രായേലും പിന്തുടരാറുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഹോർമുസ് എന്ന് പറയുന്ന കടൽപാത ഏകദേശം 90 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ഇടുങ്ങിയ പ്രദേശമാണ്, ഇടുങ്ങിയ കടൽപാതയാണ്. അവിടെ ഒരൊറ്റ പാതയേ ഉള്ളായിരുന്നു. അത് ഇറാനോട് ചേർന്നുള്ള പാതയാണ്, ഇറാൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള പാതയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക ആ പാതയ്ക്ക് പകരം കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് ഒരു വ്യാജപാത ഉണ്ടാക്കി, സമാന്തര പാത എന്നാണ് ഇനി പറയുന്നത്. ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, പിന്നീട് മറ്റ് ലോക രാജ്യങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അഥവാ നിർബന്ധമായ രീതിയിൽ ഈ സമാന്തര പാതയിലൂടെ നിങ്ങളുടെ കപ്പൽ കൊണ്ടുപോകണം, അതിന് സുരക്ഷിതത്വം തങ്ങൾ നൽകും. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തേക്ക് ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ തങ്ങൾ ഒരുവിധ സംരക്ഷണം നൽകുകയില്ല എന്നൊക്കെ പറഞ്ഞ് രാജ്യക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ മേഖലയിലൂടെ കൊണ്ടുപോകുന്നത്. ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് സമാന്തര പാത ഉണ്ടാക്കുകയും ആ മേഖലയിലൂടെ കപ്പലുകൾ യഥേഷ്ടം പോകാനുള്ള പെർമിഷൻ അമേരിക്ക നൽകുകയും ചെയ്തു. ഇത് രണ്ടും ചെയ്തതോട് കൂടിയിട്ട് ഒറ്റപ്പെട്ടതെങ്കിലും കപ്പൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്തു എന്നുള്ളതും ആ കപ്പലൊക്കെ തകർക്കപ്പെട്ടു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഏതൊരു തരത്തിലും തങ്ങൾ കാണിച്ച പാതയിലൂടെ അല്ലാതെ ഹോർമുസ് കടൽ നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്ക വന്നാൽ അതിനുള്ള തിരിച്ചടി ഭയാനകരമായ രീതിയിൽ തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ കാണുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറ്റവും ഒടുവിലായി ലോകത്തെ അതിശയിപ്പിച്ചത് ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും കപ്പൽ തകർത്തുകൊണ്ടാണ്. പിന്നീട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യയും ഖത്തറും തന്നെ അമേരിക്കയുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം ചോദിക്കുകയും അതൊരു അപകട ദുരന്തമല്ലേ, താനെങ്ങനെയാണ് നഷ്ടപരിഹാരം നൽകുക എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ വളരെ വളരെ സങ്കീർണമാണ്. അവർ പറയുന്ന കാര്യം എങ്ങനെയാണ്, ഹോർമുസിൻ്റെ സർവ്വ മേഖലയും അടക്കപ്പെട്ട് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ഈ മേഖലയിലൂടെ രാഷ്ട്രീയമായ രീതിയിൽ ഒരു വാശിയൊക്കെ പിടിച്ച് പോകുക എന്ന് പറയുന്നത് വലിയ അപകടം ഉണ്ടാക്കും, വലിയ ദുരന്തം ഉണ്ടാക്കും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമാധാന പ്രക്രിയയിലൂടെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നതാണ് ഉചിതം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം വിഷയത്തിലൊന്നും അങ്ങനെ നിലപാട് എടുത്ത് പറയാത്ത പ്രസിഡന്റാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല, ഇപ്പോൾ അദ്ദേഹം നിലപാട് പറയുന്നു എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്നുള്ളത് ലോകത്തിനറിയാവുന്ന ഒരു കാര്യമാണ്. അതിപ്പല്ല, 4 മാസം മുമ്പ് യുദ്ധം തുടങ്ങിയ സമയത്തും 4-ലധികം ആവശ്യങ്ങൾ അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് കടലിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ സമ്പുഷ്ട യുറേനിയം ആണവായുധം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത് മിസൈൽ നിർമ്മാണം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന 3 കാര്യങ്ങളിൽ 3 കാര്യത്തിലും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായിരിക്കുന്ന സമീപനമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സമീപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ
പിന്നീട് അത് പരാജയപ്പെടുത്താൻ അമേരിക്കക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ പിന്നെ അമേരിക്കയാണ് പരാജയപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇങ്ങനെ അമേരിക്കയുടെ മേഖലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഇതാണ്: ഹോർമുസിൻ്റെ ഇറാനോട് ചേർന്നുള്ള ഭാഗത്തിലൂടെ കപ്പലുകൾ കടക്കുന്നില്ലെങ്കിലും ഒമാൻ്റെ തീരത്തോട് ചേർന്നുകൊണ്ട് കപ്പൽ പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ ഈ മേഖലയിലൂടെ ഒരിക്കൽ പോലും ഒരു യുദ്ധക്കപ്പലുകളും പോകാൻ പാടില്ല എന്നുള്ള ഇറാൻ്റെ നിലപാട് അത് നിലപാടായിട്ട് തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ മേഖലയിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് എന്ന് അമേരിക്കക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് പതുക്കെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യമായ രീതിയിൽ ട്രംപ് സംസാരിച്ചതാണോ അതല്ലെങ്കിൽ അവിവേകം കൊണ്ട് സംസാരിച്ചതാണോ എന്ന കാര്യത്തെ പറ്റിയൊന്നും ഒരു കൃത്യമായിരിക്കുന്ന വിവരണങ്ങളില്ല. യാഥാർത്ഥ്യമാണെങ്കിൽ പിന്നീട് അതിൻ്റെ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെ കാണുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസവും നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസവും ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണം നടത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇറാൻ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം അതിൻ്റെ കാഠിന്യമായിരിക്കുന്ന പ്രഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് കൃത്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി രണ്ട് കൂട്ടരും സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് ഏറെ കൃത്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോഴത്തെ വിഷയ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഹോർമുസിൽ നിന്ന് ഇറാൻ ചുങ്കം വാങ്ങിയിട്ടുണ്ട്, ചുങ്കം ചുമത്തുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇറാനോട് ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ സമാന്തര പാതയിലും അമേരിക്കയും ചുങ്കം വാങ്ങുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 20% ചുങ്കം വാങ്ങുന്നുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് ലോകരാജ്യങ്ങൾ പ്രകടിപ്പിച്ചു. ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് നാണം കെടാൻ പാടില്ലെന്നും അത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണമെന്നുമാണ് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞത്. ഒടുവിൽ വലിയ എതിർപ്പുണ്ടായതോടുകൂടി അമേരിക്കയുടെ 20% ചുങ്കം പിൻവലിച്ചു. ഇതിൽ അമേരിക്ക പറയുന്ന കാര്യം $1.5 കോടി ചെലവായിട്ടാണ് ഹോർമുസിൽ നിന്ന് ഒരു കപ്പൽ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, അതല്ലെങ്കിൽ ഹോർമുസ് കടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സഹായിക്കുന്നത്. അത് പൂർണ്ണമായിരിക്കുന്ന ഇറാൻ്റെ നിയന്ത്രണത്തിനായാൽ ഭാവിയിലും തങ്ങൾക്കത് ഉപകരിക്കുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. അത് പല ഘട്ടങ്ങളിലായി അമേരിക്ക ആ വിഷയം പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇവിടെ ഒരു സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാനെ സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. എന്നാൽ മാറിയ കാലത്തും സാഹചര്യത്തിലും അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ആ ആക്രമണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതാണോ ആ വസ്തുക്കൾ പുനഃക്രമീകരണം ചെയ്ത് പുതിയത് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിന് സാങ്കേതിക വിദ്യ ചോർത്തുന്ന പ്രവൃത്തി എല്ലാ കാലത്തും ഇറാൻ ചെയ്യാറുണ്ട്. അതിലെല്ലാ കാലത്തും അവർ വിജയിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: അമേരിക്കയുടെ സമീപനങ്ങളോ നിലപാടുകളോ രീതികളോ പ്രവൃത്തികളോ അത് അപ്പാടെ വിഴുങ്ങി സ്വീകരിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഇറാനും ലോകവും എന്നുള്ളതാണ്. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. കള്ളത്തരം പറയുന്നു, പൊള്ളത്തരം ചെയ്യുന്നു. ഈ രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് തരം താന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് രാഷ്ട്രീയ വിഷയത്തിൽ ഇത്രയും നാണം കെടുന്നത് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.